ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ പഞ്ചമിയാണ്. പഞ്ചമി ദിവസം നാളെ വാരാഹി അമ്മയ്ക്ക് ചൊല്ലേണ്ടുന്ന ഒരു നാമത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ഇനിയില്ല മുന്നോട്ട് എന്ന് നിശ്ചയിച്ചിരിക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാകും. എന്ത് ചെയ്യണമെന്നോ എന്തൊരു തീരുമാനം എടുക്കണമെന്നോ എന്ത് ചെയ്താലാണ് ഈ ഒരു ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് നമ്മൾ മുന്നോട്ടൊന്ന് ഒരു പടിയെങ്കിലും ഉയരാൻ പറ്റുക എന്ന് ചിന്തിക്കുന്നവർ. അങ്ങനെയല്ലാത്ത ഒരു മനുഷ്യരും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ അവസ്ഥയിലൂടെ കടന്നു പോകാത്ത മനുഷ്യരുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല. ഒരുപാട് ആഗ്രഹിച്ച് ചില കാര്യങ്ങൾ നമ്മുടെ കൺമുൻപിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുക. അതേപോലെ തന്നെ നമ്മൾ എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും ചില സമയം ഈശ്വരൻ അതൊന്നും കേൾക്കുന്നില്ല എന്നും നമുക്ക് തോന്നും. അപ്പം അങ്ങനെയുള്ള അവസ്ഥകളിൽ വളരെ സഡനായിട്ട് നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് നമുക്ക് പരിഹാരം തരുന്ന ദൈവമാണ് വാരാഹി അമ്മ എന്ന് പറയുന്നത്. വളരെ സഡനായിട്ട് തന്നെ അമ്മ നമ്മുടെ എന്തൊരു പ്രാർത്ഥനകൾക്കും പരിഹാരം തരും. നിങ്ങളിൽ പലർക്കും അത് അനുഭവവുമായിരിക്കും. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുന്നവരൊക്കെ പറയാറുണ്ട്, വാരാഹി അമ്മയ്ക്ക് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്നുണ്ട് ചേച്ചി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അമ്മയെ ഒരുപാട് വിശ്വാസമാണെന്നുള്ളത്. അമ്മയുടെ ഒരു ദ്വാദശ മന്ത്രം, അതായത് അമ്മയുടെ 12 നാമങ്ങൾ ചൊല്ലി കുങ്കുമാർച്ചന ചെയ്യണം. അത് ചെയ്താൽ നിങ്ങളുടെ ആഗ്രഹം സാധിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ ഒരു 2-3 പേരത് ചെയ്തിട്ട്, ഞാൻ ഇതിനു മുൻപും നിങ്ങളോടത് പറഞ്ഞിരുന്നു. ഇപ്പോൾ വീണ്ടും അത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു, ആ ഒരു മന്ത്രം വളരെ പവർഫുള്ളാണ് ചേച്ചി, ഞാനത് ചൊല്ലി എനിക്ക് 3 ദിവസം കൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിച്ച കാര്യം ദേവി എനിക്ക് സാധിച്ചു തന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ദ്വാദശ മന്ത്രം ചൊല്ലണമെന്നുണ്ടെങ്കിൽ അത് ചൊല്ലാം. ഇനിയിപ്പം ഈ ജൂൺ 26-ാം തീയതി വാരാഹി നവരാത്രി തുടങ്ങുകയാണ്. ആ ഒരു 11 ദിവസം കണ്ടിന്യൂസ് ആയിട്ടും നിങ്ങൾക്കത് ചെയ്യാം. ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടുന്ന പൂജകൾ, ആ ഒരു 11 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടുന്ന പൂജകളെക്കുറിച്ചൊക്കെ ഞാൻ ഉടനെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും ഇടുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്ന് നോക്കേണ്ടത് നാളത്തെ പഞ്ചമി. നാളത്തെ പ്രത്യേകത എന്താണ്? നാളെ മിഥുനം 1 മിഥുനം 1 തുടങ്ങുന്നത് ചതുർത്ഥി തിഥിയോട് കൂടിയിട്ടാണ് എങ്കിൽ പോലും നാളെ വൈകിട്ട് 3:30 ശേഷമാണ് പഞ്ചമി തിഥി തുടങ്ങുന്നത്. ഈ ഒരു മിഥുനമാസം മുഴുവൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും അതേപോലെ തന്നെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവാനും ആഗ്രഹങ്ങൾ സാധിക്കാനും ഒക്കെ വേണ്ടി നാളെ പഞ്ചമി തിഥിയിൽ എന്തു ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. പഞ്ചമിയിൽ വ്രതമെടുക്കുന്നവർക്കൊക്കെ വ്രതമെടുക്കാവുന്നതാണ്. കാരണം നാളെ വൈകിട്ട് പഞ്ചമി തിഥി ഉള്ളതുകൊണ്ട് തന്നെ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതുമൊക്കെ നാളെ തന്നെ നമ്മൾ ചെയ്യണം. പഞ്ചമി തിഥി ആരംഭിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. നമ്മൾ സാധാരണ വാരാഹി അമ്മയ്ക്ക് പൂജകളൊക്കെ ചെയ്യുന്നത് 7 മണിക്ക് ശേഷമാണ്. കാരണം ഇരുട്ട് കൂടി വരുന്തോറുമാണ് അമ്മയ്ക്ക് ശക്തിയും കൂടുന്നതെന്നാണ് പറയുന്നത്. അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, വാരാഹി അമ്മ എന്ന് പറയുന്നത് നീതിക്ക് മാത്രമേ നിൽക്കത്തുള്ളൂ. നമ്മൾ മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കണമെന്നും മറ്റുള്ളവർ നശിച്ചു പോകണമെന്നും ഒക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ആ പ്രാർത്ഥനകളൊന്നും തന്നെ നമുക്ക് സഫലമായി കിട്ടുകയുമില്ല. അപ്പോൾ നാളെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം, നാളെ ഒരു 7 മണിയാകുമ്പോൾ അമ്മയുടെ ഫോട്ടോ ഉള്ളവരൊക്കെ ആ ഫോട്ടോ നല്ല പൂക്കളൊക്കെ വെച്ച്, എപ്പോഴും ഞാൻ പറയുന്നതാണ്, ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, എല്ലാം നല്ല ശുദ്ധമാക്കിയതിന് ശേഷം ഇനിയിപ്പോൾ വിഗ്രഹമാണെന്നുണ്ടെങ്കിലും നമ്മളതെല്ലാം ചെയ്ത് അമ്മയ്ക്ക് മുൻപിൽ ഒരു ദീപം കൊളുത്തി വെക്കണം. 5 ദീപങ്ങൾ, പഞ്ചദീപങ്ങൾ കൊളുത്തുന്നവർക്ക് പഞ്ചദീപം കൊളുത്താം. തേങ്ങാദീപം കൊളുത്തുന്നവരാണെന്നുണ്ടെങ്കിൽ തേങ്ങാദീപം കൊളുത്താം. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ടൊരു ദീപം കൊളുത്തി വെക്കാം. ഫോട്ടോ വിഗ്രഹം ഒന്നുമില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. വാരാഹി അമ്മ ദീപത്തിൽ പ്രത്യക്ഷയാകുന്ന ദേവിയാണ്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് നിങ്ങൾ അമ്മയായിട്ട് സങ്കല്പിച്ച് ഒരു മൺവിളക്ക് കൊളുത്തി വെച്ചാലും അമ്മ അവിടെ വരും. കാരണം അത്രമാത്രം പവർഫുള്ളായിട്ടുള്ളൊരു ദേവിയാണ്. അപ്പോൾ അതുകൊണ്ട് ഫോട്ടോ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട. ഒരു ദീപം മാത്രം നിങ്ങൾ തെളിയിച്ച് വെച്ചാലും മതി. ആ ദീപം തെളിയിച്ച് വെച്ചതിന് ശേഷം അമ്മയ്ക്ക് മുൻപിൽ ഒരു നിവേദ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. ഭൂമിക്കടിയിൽ വിളയുന്ന എന്തും അമ്മയ്ക്ക് പ്രിയമാണ്. മധുരക്കിഴങ്ങ്, ക്യാരറ്റ്, ബീട്രൂട്ട്, അങ്ങനെയുള്ള എന്തും, നിലക്കടല, ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അമ്മയ്ക്ക് സമർപ്പിക്കാം. മാതള നാരങ്ങയിൽ തേനൊഴിച്ച് വെക്കുന്നതും വളരെയധികം പ്രിയമാണ് അമ്മയ്ക്ക്. നിങ്ങൾക്ക് എന്ത് കിട്ടുമോ അത് അമ്മയ്ക്ക് സമർപ്പിക്കുക. അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ പാനകം. എന്താണ് പാനകം, എങ്ങനെയാണ് പാനകം സമർപ്പിക്കേണ്ടതെന്ന് ഒരുപാട് പേർക്ക് അറിയില്ല. നരസിംഹസ്വാമിക്ക് നമ്മൾ പാനകം സമർപ്പിക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ അമ്മയ്ക്കും. ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക, അതിലോട്ട് ശർക്കര,
ഏലക്കാപ്പൊടി, ചുക്കുപൊടിയൊക്കെ ഇട്ട് നന്നായി തിളച്ച് കഴിയുമ്പോൾ അത് അരിച്ചെടുത്ത് അതിലോട്ട് അരമുറി നാരങ്ങായും കൂടി പിഴിഞ്ഞ് ദേവിക്ക് സമർപ്പിക്കുക. ഇതാണ് പാനകം എന്ന് പറയുന്നത്. ആ പാനകം മാത്രം അമ്മയ്ക്ക് സമർപ്പിച്ചാലും മതിയാവും. ആ പാനകം, അതായത് അമ്മ ഉഗ്രരൂപിയായതുകൊണ്ട് തന്നെ പാനകം സമർപ്പിച്ച് ആ പാനകം നമ്മൾ സമർപ്പിക്കുന്നതിലൂടെ അമ്മ ആ ഉഗ്രരൂപത്തിൽ നിന്നും അമ്മ വളരെ പതിയെ ശാന്തയാകുമെന്നാണ് വിശ്വാസം. അതേ രീതിയാണ് നരസിംഹസ്വാമിക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പാനകം സമർപ്പിക്കാം. അങ്ങനെ പാനകം സമർപ്പിച്ചതിന് ശേഷം ഞാനിനി ഈ പറയുന്ന മന്ത്രം വെറും 12 പ്രാവശ്യം മാത്രം നിങ്ങൾ ചൊല്ലിയാൽ മതിയാകും. ആ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഭക്തിയും അമ്മയോടുള്ള വിശ്വാസവും അത് നമ്മൾ നമ്മുടെ മനസ്സ് നിറച്ച് അമ്മയ്ക്ക് സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു മന്ത്രം അമ്മയ്ക്ക് 12 തവണ ചൊല്ലുക. മന്ത്രം ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞും തരാം. ഓം ശ്രീം ശ്രീകരി സകല ശുഭകരി വാരാഹി നമോ നമഃ. ഇതാണ് മന്ത്രം. ഈ മന്ത്രം വെറും 12 തവണ മാത്രം നമ്മൾ ചൊല്ലിയാൽ മതി. എല്ലാം നമുക്ക് ശുഭമായി തന്ന് പര്യവസാനിപ്പിക്കുന്ന ദേവിയായ വാരാഹി അമ്മയ്ക്കുള്ള മന്ത്രമാണിത്. ഇത് നിങ്ങൾ 12 തവണ ചൊല്ലുക. നിങ്ങളുടെ കയ്യിൽ ശംഖുപുഷ്പം, ചെമ്പരത്തിപ്പൂവൊക്കെ ഉണ്ടെങ്കിൽ അത് 2 കൈയിലും എടുത്ത് ഈ മന്ത്രം 12 തവണ ചൊല്ലി അമ്മയ്ക്ക് സമർപ്പിക്കാം. അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു പുഷ്പമുണ്ടെങ്കിൽ അതും 12 തവണ നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലിയിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഈ ഒരു ശംഖുപുഷ്പവും അതേപോലെ തന്നെ ചെമ്പരത്തിപ്പൂവൊക്കെ അമ്മയ്ക്ക് വളരെയധികം പ്രിയമായതുകൊണ്ടാണ് ഇത് സമർപ്പിക്കാം എന്ന് പറഞ്ഞതിൻ്റെ കാരണം. അങ്ങനെ ചൊല്ലിയതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം, നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം അത് എന്തായാലും അത് അമ്മയോട് മനസ്സറിഞ്ഞ് തന്നെ പ്രാർത്ഥിക്കുക. ഞാനിങ്ങനെ ഒരു പ്രശ്നത്തിലാണ്, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അത് എത്രയും പെട്ടെന്ന് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണം അമ്മേ. രോഗമാണോ, കല്യാണമാണോ, ജോലിയാണോ, എന്താണെങ്കിലും അത് അമ്മയോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചതിന് ശേഷം ദീപധൂപ ആരതിയൊക്കെ എടുത്ത് നിവേദ്യം സമർപ്പിച്ച് നിങ്ങൾക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കാവുന്നതാണ്. ഇനിയിപ്പം നാളെ നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും തിരക്കുകൾ മൂലമോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തിങ്കളാഴ്ച ബ്രഹ്മമുഹൂർത്ത സമയത്തും നിങ്ങൾക്ക് ഇതേപോലെ ഈ ഒരു മന്ത്രം ചൊല്ലി അമ്മയോട് പ്രാർത്ഥിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥന എന്തായാലും അത് അമ്മ സാധിച്ചു തരുന്നതുമായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നോൺ വെജ് കഴിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലാൻ പാടില്ല. അത് പഞ്ചമി ദിവസം, പ്രത്യേകിച്ചും പഞ്ചമി ദേവിയായ വാരാഹി അമ്മയ്ക്ക് നമ്മൾ പൂജ ചെയ്യുന്നുണ്ടെങ്കിൽ നോൺ വെജ് കഴിച്ചിട്ട് കുളിച്ചിട്ട് ചെയ്തോട്ടെ എന്നൊന്നും ചോദിക്കരുത്. ഒരിക്കലും അത് പാടില്ല. നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യേണ്ട. പിറ്റേ ദിവസം തിങ്കളാഴ്ച ബ്രഹ്മമുഹൂർത്ത സമയത്ത്, അതായത് ഒരു 6 മണിക്ക് മുൻപ് മാത്രം നിങ്ങളിത് ചെയ്താൽ മതിയാവും. ആ കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. കാരണം കുറേ പേര് കഴിഞ്ഞ പ്രാവശ്യം എന്നോട് ചോദിച്ചിരുന്നു, ഞങ്ങൾ നോൺ വെജ് കഴിച്ചു പോയി ചെയ്തോട്ടെ എന്നുള്ളത്. അതുകൊണ്ട് അത് പാടില്ല. നോൺ വെജ് കഴിച്ചിട്ട് ഒരിക്കലും വാരാഹി അമ്മയുടെ ഒരു മന്ത്രങ്ങളും നമ്മൾ ചൊല്ലരുത്. അങ്ങനെ ചൊല്ലിയാൽ നമുക്കതിനൊന്നും ഫലവും കിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നാളെ തീർച്ചയായിട്ടും അമ്മയെ പ്രാർത്ഥിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.